ഇന്ന് ഞാൻ പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ എത്ര പഴം ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിനെ കൊണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പഴമാണ് എടുത്തത്. അപ്പോൾ അതിന്ന് തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് അളവിൽ റവ വേണം കേട്ടോ, സൂചിപ്പൊടിയിലെ അത് വേണം. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഇത് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുതിർന്ന് വരുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് അങ്ങനെ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ച പഴയില്ലേ, അതിതാ ഇതേപോലെ ഒന്ന് ഞാൻ കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പഴമാണെങ്കിലും എടുത്തിട്ട് ചെയ്യട്ടോ. ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ പഴം മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് മുഴുവനായിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പഴം ഇതിലേക്ക് വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പഴം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരണുണ്ട്. അതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. പഴം നല്ലോണം തന്നെ വാടി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറായിട്ട് വന്നത്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 5 മുട്ടാണ് എടുത്തത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു സൂചിൻ്റെ കൂട്ടില്ലേ, അത് നല്ലോണം കുതിർന്ന് വന്നിനു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടൊക്കെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂചിൻ്റെ അകത്ത് കൂടുതൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് മാത്രമാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ അടിച്ചെടുക്കുക. ഇതുപോലത്തെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നല്ല നെയ്യ് ഇതേപോലെ തേച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു കൂട്ട് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ ഒരു പഴത്തിൻ്റെ കൂട്ടില്ലേ, അത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്താകുന്നത് വരെ ഇട്ട് കൊടുക്കുക. പഴം ഇതേപോലെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ മുട്ടൻ്റെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കണേ. എന്നാലാണ് ആ പഴം എല്ലാ ഭാഗത്തും ആയിട്ട് വരിക കേട്ടോ. ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഇതേപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് അങ്ങനെ വെക്കുമ്പോഴേക്കും ഇത് ആയിട്ട് വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാതെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ
നമ്മളെ പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇതേപോലെ സൂചി പൊടി വെച്ചിട്ട് ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാൽപ്പൊടി അതുപോലെ തന്നെ സൂചിപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്തിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, അതിൻ്റെ ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയും കാണാം കേട്ടോ.